രാജ്യത്തെ എല്ലാ കണ്ണുകളും ഇപ്പോൾ തമിഴ്നാട്ടിലേക്കാണ്. ജയലളിത പോയതോടെ ചുളുവിൽ ആളാവാനുള്ള തത്രപ്പാടിലാണ് നേതാക്കൾ. ആളാവുക എന്ന് പറഞ്ഞാൽ തമിഴ്നാടിൻ്റെ ഭരണം കയ്യിലൊതുക്കുക എന്നർത്ഥം. KC അബു പറഞ്ഞതുപോലെ ജയലളിത ടൂർ പോകുമ്പോൾ മുഖ്യമന്ത്രി കസേരയിൽ കയറിയിരിക്കുന്ന പനീർശെൽവത്തിന് ഒടുവിൽ തുടരാൻ പറ്റാത്ത അവസ്ഥയായി. ജയയുടെ തോഴിയായി ഒടുവിൽ ചിന്നമ്മയായ ശശികല പനീർശെൽവത്തെ വേണ്ടതുപോലെ കണ്ടു. എന്നാൽ മുഖ്യമന്ത്രി കസേരയിൽ പറ്റിക്കൂടാൻ പനീർശെൽവം കഴിവിൻ്റെ പരമായാത്രയ്ക്ക് വിലങ്ങ് തടിയാകുന്നവരെ കൃത്യമായി എടുത്തു മാറ്റുന്ന ശശികല പനീർശെൽവത്തിനും പണി കൊടുത്തു. വിളിച്ചു കൂട്ടിക്കൊണ്ടുപോയി ശശികല പനീർശെൽവത്തെ പെരുമാറി എന്നാണ് കേൾക്കുന്നത്. പനീർശെൽവം തയ്യാറായിരുന്നില്ല. അദ്ദേഹം തൻ്റെ രീതിയിൽ ശക്തമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അങ്ങനെ തമിഴ്നാട്ടിലെ കാര്യം ത്രിശങ്കുവിലായി. ഇനി ആര് ഭരിച്ചാലും എതിർചേരികളിൽ നിന്നുള്ള തള്ള് ഭയങ്കരമായിരിക്കും. പിന്നെ ജയയുടെ രക്തബന്ധമായ ദീപ കൂടി രംഗത്ത് വന്നതോടെ സംഗതി കുശാലായി. ഇനി എല്ലാവരും തമ്മിൽ തല്ലുമ്പോൾ തമിഴ്നാട്ടിൻ്റെ സ്വന്തം അമ്മ എങ്ങനെയാണ് മരിച്ചത്, അല്ലെങ്കിൽ എന്നാണ് മരിച്ചത് എന്നതിൻ്റെ നിജസ്ഥിതി കൂടി അറിഞ്ഞാൽ വലിയ ഉപകാരമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഇടവേളയാണ്. അത് കഴിഞ്ഞാൽ ഒരു DYSPയുടെ നിരീക്ഷണങ്ങൾ.